കോതമംഗലം സിഇയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. നേരത്തെ IT ആക്ട് പ്രകാരം അർജുൻ ആയങ്കിക്കെതിരെ കേസെടുത്തിരുന്നു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, SIയെ ഭീഷണിപ്പെടുത്തുന്നു, പലതരത്തിലുള്ള മെസ്സേജുകൾ പ്രചരിപ്പിക്കുന്നു, അങ്ങനെ വലിയ പ്രശ്നമുണ്ടാക്കിയ ഒരാളാണ്. ഇപ്പോൾ എന്താണ് പോലീസിന്റെ നടപടി? രഞ്ജിത്ത്, നേരത്തെ തന്നെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വരികയും അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. CI പ്രശാന്ത്, കോതമംഗലത്തെ CI പ്രശാന്തിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റാണ് അർജുൻ ആയങ്കി കുറിച്ചിരിക്കുന്നത്. അതിൽ പെൻഷൻ പറ്റി വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കാമെന്ന് കരുതേണ്ട, പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങുന്നതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിനെ തുടർന്നാണ് കോതമംഗലം പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ അർജുൻ ആയങ്കി ജാമ്യം ലംഘനം നടത്തിയെന്നാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് കോതമംഗലത്തെ ഒരു റിസോർട്ടിൽ സംഘടിതമായി ആസൂത്രണം ചെയ്തൊരു ക്രിമിനൽ ആസൂത്രണമായി സംഘടിച്ചു എന്ന കുറ്റകൃത്യത്തിനായിരുന്നു, സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തി എന്ന കേസിനെ തുടർന്നായിരുന്നു അന്ന് അർജുൻ ആയങ്കിയെയും കൂട്ടാളികളെയും 6 പേരെ ഉൾപ്പെടുന്ന സംഘത്തെ പോലീസ് അന്ന് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ പോയത്. പിന്നീട് ജാമ്യം കിട്ടിയവർ പുറത്തു പോവുകയും ചെയ്തിരുന്നു. ആ ജാമ്യ വ്യവസ്ഥയിൽ പ്രധാനമായും പറയുന്നത് ഭീഷണിപ്പെടുത്തുവാനോ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ ക്രിമിനൽ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നായിരുന്നു അന്ന് ജാമ്യ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയെ സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം അർജുനെതിരെ IT ആക്ട് പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെ വെല്ലുവിളിച്ചുള്ള ഒരു പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് IT ആക്ട് പ്രകാരവും അർജുൻ ആയങ്കിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. അർജുൻ ആയങ്കി അന്ന് ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ അന്ന് തന്നോടൊപ്പം പിടികൂടിയ 6 പേരിൽ ചിലവർ നിരപരാധികളാണ്, ചിലർക്ക് അസുഖമുണ്ട്, ഇതൊന്നും കണക്കാക്കാതെ അവരെ പിടികൂടുകയും യാതൊരു കാരണവും കൂടാതെ അവരെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തതിന്റെ പ്രതികാരമായി ഈ പോലീസ് ഉദ്യോഗസ്ഥനെ വകവരുത്തുമെന്നായിരുന്നു അർജുൻ ആയങ്കിയുടെ തുറന്ന ഒരു പോസ്റ്റിൽ, അല്ലെങ്കിൽ ഒരു തുറന്ന കത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ, പോലീസ് ഏമാൻ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു കത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിനെ തുടർന്നാണ് പോലീസ് അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.